ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ നിയമസഭയിൽ പരസ്യമായി തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. KSRTC റൂട്ടുകൾ സംബന്ധിച്ചുള്ള നയത്തിലാണ് മുഖ്യമന്ത്രി വിയോജിപ്പ് അറിയിച്ചത്. പിന്നാലെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. KSRTC നഷ്ടത്തിൽ ഓടിയിരുന്നതിന്റെ രഹസ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാർ തുടങ്ങിയത്. പ്രൈവറ്റ് ബസ്സുകാർ വളരെ പുതിയ വണ്ടികളായിരിക്കും, അവർ മത്സരിച്ചോടാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ഡ്രൈവർമാർ അതിന് മത്സരിച്ചോടാൻ തയ്യാറല്ല. മത്സരിച്ചോടിയാൽ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പോളിസി, ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, ഈ പ്രൈവറ്റ് ബസ്സിന്റെ തലയ്ക്കലോടുന്ന പരിപാടി നമുക്ക് നിർത്താം. അവരൊരു ബിസിനസ്സാണ്, അവർ ടാക്സ് അടയ്ക്കുന്നവരാണ്, അവരത് നടത്തട്ടെ. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും താമസിക്കുന്ന മലയോര മേഖലകളടക്കം പുതിയ ബസ് വാങ്ങിക്കൊണ്ട് ചെറിയ ബസ് വാങ്ങി നമ്മൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കളക്ഷൻ വർദ്ധിച്ചു. ഈ കളക്ഷൻ വർദ്ധിച്ചതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ അനാവശ്യമായ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷന് പോകണ്ട എന്നുള്ള തീരുമാനമാണ്. അവരും പൈസ ഉണ്ടാക്കുന്നു, അവർ ടാക്സ് അടയ്ക്കുന്നു, അവർ ജീവിക്കുന്നു, നമ്മളൊരു സൈഡിൽ കൂടെ മുന്നേറുന്നു. നമുക്ക് അതിൻ്റെ മനുഷ്യനെ നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട്. ഒരു പ്രൈവറ്റ് ബസ്സോ ഒരു KSRTC ബസ്സോ ഒന്നും പോകാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന റൂട്ടുകളിലേക്ക് നമ്മൾ ഷിഫ്റ്റായി. കുറേ ലോക്കൽ റൂട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ നമുക്ക് ലോക്കൽ ബസ്സുകളിൽ നല്ല കളക്ഷൻ വരെയാണ്. അതിൽ അത്ഭുതകരമായ കാര്യം ഒരു കണക്കുണ്ട്. ആ കണക്കിൽ പറയുന്നത് ഒരു ബസ്സിന്റെ ഏണിങ്സ് പെർ കിലോമീറ്ററാണ്. 2021 ഒരു ബസ് ഒരു കിലോമീറ്റർ ഓടുമ്പോൾ നേടിയിരുന്നത് 34 രൂപ 62 പൈസയായിരുന്നു. 2022 ബസ് നേടുന്നത് 46.84 ആണ്. 2023 48.16 2024 48.46 2025 50.88 2026 ഇന്ന് വരെ 31 വരെ ഏതാണ്ട് 50.81 എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരാശരിയാണ് ഈ ഏണിങ്സ് പെർ കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏണിങ്സ് പെർ കിലോമീറ്റർ ആണ് സാർ. പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്ത് KSRTC ബസ് ഓടാതിരിക്കുക എന്നത് മന്ത്രി ഒരു നയമായി പറഞ്ഞതായി തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസമുണ്ടാകും. അനാരോഗ്യകരമായ മത്സരം പാടില്ല എന്നത് ശരിയാണ്, അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ പ്രൈവറ്റ് ബസ് ഓടുന്ന റൂട്ടുകളിലും KSRTC ബസ് ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ് പിൻവലിക്കുക എന്ന നയം നമ്മുടെ സർക്കാരിന് സ്വീകരിക്കാനാവില്ല. ആ തരത്തിലേക്ക് പോയാൽ വിഷമമായി മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബഹുമാനായ മന്ത്രി പറഞ്ഞപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് ഈ KSRTC ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പറയുന്ന പോലെ തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അൺഹെൽത്തി കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്, അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ആ തരത്തിലേക്ക് പോയാൽ അത് വിഷമായി മാറുന്നതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. എന്നാൽ താൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തു നിന്നും മാറിക്കൊടുക്കണം എന്നല്ലെന്നും മന്ത്രി വിശദീകരിച്ചു. അങ്ങനെ മാറിക്കൊടുക്കില്ല. പ്രൈവറ്റ് ബസിന്റെ കുത്തക തകർത്താണ് KSRTC മുന്നേറുന്നത്. ബാംഗ്ലൂരു റൂട്ടിലേക്കുള്ള പ്രൈവറ്റ് ബസ്സിനേക്കാൾ കളക്ഷനാണ് നമുക്കുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രൈവറ്റ് ബസ്സുമായി അൺഹെൽത്തി കോമ്പറ്റീഷൻ അല്ല. പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തും മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ വണ്ടി ഓടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് തീരെ വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിച്ചപ്പോൾ കളക്ഷൻ കിട്ടി. ഇവരുമായി മത്സരിച്ച് ലോക്കൽ ബസ്സുകളൊക്കെ ഇങ്ങനെ മത്സരിക്കുകയാണ്. ആ മത്സരത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ്. കാരണം അതിനകത്ത് എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കത്തില്ല. കാരണം പ്രൈവറ്റ് ബസ്സിൻ്റെ കുത്തകകൾ തകർത്തുകൊണ്ടാണ് KSRTC മുന്നേറുന്നത്. നമ്മൾ ബാംഗ്ലൂർ ബസ്സൊക്കെ പോകുന്ന ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിന് കിട്ടുന്നതിനേക്കാളും വലിയ കളക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ കോമ്പറ്റീഷനിൽ മുന്നിലുണ്ട്, നല്ല വണ്ടി വാങ്ങിച്ചതിൻ്റെ മുന്നിലുണ്ട്. ദീർഘദൂര സർവീസുകൾ മുഴുവൻ നമ്മുടെ കയ്യിലാണ്. ഈ ലോക്കൽ ബസ്സുകളിലാണ് പലപ്പോഴും പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ ചെറിയ ബസ്സുകൾ വാങ്ങിച്ചാൽ നമുക്ക് ഉൾപ്രദേശങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ട്രൈബൽ ഏരിയകളിലൊക്കെ നമുക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാരണവശാലും പ്രൈവറ്റ് ബസ്സിൻ്റെ അടുത്ത് മാറിക്കൊടുക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട, അത് മാറില്ല.